മുട്ടുവേദന, സന്ധിവേദന അഥവാ അസഹ്യമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മാനസികാവസ്ഥ തന്നെ തകരാറിലായി പോകാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ആർത്രൈറ്റിസ് അഥവാ ഈ സന്ധിവേദന എന്നുള്ളത് ഏതെല്ലാം തരത്തിലുണ്ട്, അതിനെക്കുറിച്ചും അത് ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണഗതിയിൽ ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും മുട്ടുവേദനയും, അതായത് കാൽമുട്ടുകൾക്ക് വേദന, കൈമുട്ടുകൾക്ക് വേദന ഇതൊക്കെ വരാറുണ്ട്. ഇതൊരു സ്വാഭാവിക പ്രവർത്തനം തന്നെയാണ്, കാരണം തേയ്മാനമാണ്. അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് നാം പറയാറുള്ളത്. ഇത് കൂടാതെ മറ്റൊരു തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്, അഥവാ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് അതിന് പേര് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു? ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഈ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാമാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു തേയ്മാന പ്രശ്നമാണ്. അത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും ആരംഭിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ അവരങ്ങനെ പോകുന്നു. എന്നാൽ ഈ തേയ്മാനം അവിടെ ഉണ്ട്. കാരണം ഏത് വാഹനത്തിൻ്റെ ടയറായാലും ശരി, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തേഞ്ഞു പോകുമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റുകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കൈകാലുകളിലിട്ട് അടിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴുമെല്ലാം എൻ്റെ ജോയിൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മുടെ ജോയിൻറ്റുകൾക്ക് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള പ്രവർത്തനം ആവശ്യമാണ്. ഈ പ്രവർത്തനം കൊണ്ടുള്ള തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു സ്വാഭാവിക പരിണാമം മാത്രമാണെന്ന് പറയാം. എന്നാൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനെയല്ല. അത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയാണ്, അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? നമ്മുടെ രോഗപ്രതിരോധ ശക്തി, അതായത് നമുക്ക് രോഗമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് തെറ്റിദ്ധരിച്ച് നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന, പുറത്തുനിന്ന് വരുന്ന അണുക്കളെയല്ല, നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആ ഗണത്തിൽപ്പെട്ട ഒരു അസുഖമാണ്, അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട്. പ്രായമായവരിൽ മാത്രമല്ല, ചെറുപ്പക്കാരിലും റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് കാണപ്പെടുന്നുണ്ട്. ഇനി ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? ഞാനിവിടെ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു. അതായത് നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമുണ്ടാകരുത്, പകയുണ്ടാകരുത്, സങ്കടമുണ്ടാകരുത്, അതുപോലെ തന്നെ വേദനയും ഉണ്ടാകരുത്. വേദന ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികതയ്ക്ക് അവിടെ വിഘാതം നേരിടുന്നുണ്ട്, അഥവാ അവിടെ തടസ്സം നേരിടുന്നുണ്ട്. അങ്ങനെ ലൈംഗികതയ്ക്ക് വിഘാതം നേരിടുകയാണെങ്കിൽ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം തളർന്നു പോകുന്നു. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോനിയിൽ നല്ലവണ്ണം ലൂബ്രിക്കേഷനും മറ്റും ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ വേദന അതിനിടയ്ക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ആ താല്പര്യം അല്ലെങ്കിൽ ആ ലൂബ്രിക്കേഷൻ കുറയുന്നതായി കാണാം. അതുകൊണ്ട് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദനയിലേക്ക് പോകും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശേഷി നഷ്ടപ്പെടുന്നു, ലിംഗം ഉയർന്നു നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം കാര്യത്തിൽ അത് സാധിക്കുമെന്നുള്ളത്. അതിനു മുമ്പ് തന്നെ നാം മറ്റൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസിന് സന്ധിവേദനകൾക്ക് നൽകുന്ന ചികിത്സ വഴിക്ക് ഇതിനെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ചില മരുന്നുകളും മറ്റും സന്ധിവേദനയ്ക്ക് നൽകുന്ന മെത്തോട്രെക്സേറ്റ് അങ്ങനെയുള്ള പല മരുന്നുകളുമുണ്ട്. അത്തരം മരുന്നുകൾ നൽകിയാണ് അതിൻ്റെ പാർശ്വഫലമായി പോലും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ആർത്രൈറ്റിസ് വരികയാണെങ്കിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനും മറ്റും നാം സാധാരണ സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, ആ രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതും ലൈംഗിക ശേഷിക്കുറവിനെ ബാധിക്കുന്നുണ്ട്. ചില മരുന്നുകൾ ഹോർമോണുകളിൽ വ്യതിയാനമുണ്ടാക്കുന്നു, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയ്ക്കുന്നു.
അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാണ്ടാക്കുന്ന പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉയർത്തുന്നു. ഇങ്ങനെയെല്ലാം ചില മരുന്നുകൾ ഇതിനകത്ത് ഈ ആർത്രൈറ്റിസിന്, അതായത് 2 രീതിയിലുള്ള ആർത്രൈറ്റിസിന് നൽകുന്ന മരുന്നുകളും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായിട്ട് ഏത് രൂപത്തിലുള്ള ആർത്രൈറ്റിസാകട്ടെ അത് ഞരമ്പുകളെ ബാധിക്കാറുണ്ട്, നേരിട്ടല്ലാതെ. അതുപോലെ തന്നെ രക്തക്കൊള്ളുകളെ ബ്ലോക്കാക്കുന്നതിൽ ഇതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഘടകമായി മാറാറുണ്ട്. അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ലിംഗം ഉദ്ധരിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ശരിയായ രക്തപ്രവാഹം ഉണ്ടാകണം, ഞരമ്പുകളുടെ പ്രവർത്തനം സുഗമമായിരിക്കണം, അതുപോലെ തന്നെ ഹോർമോണുകൾ ആവശ്യത്തിനുണ്ടാകേണ്ടതുണ്ട്. ഇത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഉണ്ടാകുന്ന വഴിക്ക് ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അതായത് ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിന് ഈ 3 ഘടകങ്ങളും കാരണമായി തീരാറുണ്ടെന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ചികിത്സിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ചികിത്സിച്ചാൽ ഇത്തരം അനന്തരഫലങ്ങളുണ്ട്. എന്നിരുന്നാലും പൊതുവെയുള്ള റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരമുണ്ടാക്കാവുന്നേ ഉള്ളൂ. ലൈംഗിക ശേഷിക്കുറവ് അല്ലാതെ തന്നെ വരികയാണെങ്കിൽ സെക്സോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതുമുണ്ട്. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിനോടനുബന്ധിച്ചുള്ള ലൈംഗിക ശേഷിക്കുറവിന് സെക്സോളജിസ്റ്റിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ആ രീതിയിലുള്ള ചികിത്സ നൽകുവാനും കഴിയും. ഇനി ഏത് രീതിയിലുള്ള പൊസിഷനാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ സ്വീകരിക്കേണ്ടതെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാം. സാധാരണ ഇതിൽ ഒരൊറ്റ കാര്യമേ നാം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സന്ധികൾക്ക് വേദന ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എന്നാൽ ലൈംഗിക ബന്ധം സന്ധികൾക്ക് വേദനയില്ലാതെ എന്തെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? അഥവാ സന്ധികളുടെ പ്രവർത്തനമില്ലാതെ ലൈംഗിക ബന്ധം അത്ര എളുപ്പമല്ല. നിശ്ചലമായി ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ലൈംഗിക ബന്ധം. അപ്പോൾ ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ, ഏത് സന്ധികൾക്കാണ് വേദന, കാൽമുട്ടുകൾക്കാണോ കൈമുട്ടുകൾക്കാണോ, അതിന് കൂടുതൽ, അതായത് പ്രവർത്തനം നൽകാതെ മറ്റു രീതിയിൽ ബന്ധപ്പെടുവാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു കാര്യം പറയാം, സ്ത്രീക്കാണോ പുരുഷനാണോ ആർത്രൈറ്റിസ് ഉള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആക്റ്റീവ് ആകാത്ത ഒരു ലൈംഗിക ബന്ധം നന്നായിരിക്കും. ഒരു ഉദാഹരണം പറയാം, പുരുഷന് ലൈംഗികമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ട്, അദ്ദേഹത്തിന് ആർത്രൈറ്റിസ് ഉണ്ട്. അങ്ങനെ ആർത്രൈറ്റിസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വുമൺ ഓൺ ടോപ്പ് പൊസിഷനിൽ അദ്ദേഹം നിശ്ചലമായി കിടക്കുകയും സ്ത്രീ കാര്യങ്ങളിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത്. നേരെ തിരിച്ചും അങ്ങനെ, അതുപോലെ തന്നെ സൈഡ് ടു സൈഡ് പൊസിഷനാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും നന്നാകുക. അതായത് സന്ധികളുടെ പ്രവർത്തനം കുറച്ച് കുറയും എന്നല്ല, കുറച്ച് അതിനകത്ത് കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി അതിനകത്ത് ആവശ്യമില്ലാതെ വരും. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ലൈംഗിക ബന്ധം വഴിക്ക് വേദന വരരുതെന്നുള്ളതാണ്. വേദന വരികയാണെങ്കിൽ ലൈംഗികത ഇല്ലാണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള പൊസിഷൻ ഏതാണോ അത് സ്വീകരിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിനുള്ള ചികിത്സ വേണ്ട രീതിയിൽ തന്നെ തുടർന്നു പോകണം. അല്ലെങ്കിൽ അത് കൂടുതലും സ്റ്റിഫായി പോകുന്ന, അതായത് ഈ ജോയിൻറ്റിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഭാവിയിലേക്ക് പോകും. അതുകൊണ്ട് ചികിത്സ തുടർന്നു പോവുകയും ലൈംഗിക പ്രശ്നങ്ങൾക്ക്, അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് സെക്സോളജിസ്റ്റിനെ കണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അതല്ലാതെ 2 കാര്യത്തിനും ഒരുമിച്ച് ചികിത്സ നൽകുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ ചികിത്സിക്കാതിരിക്കുന്നത് ഇതിനൊരു പരിഹാര മാർഗമേ അല്ല. ഒരു കാര്യം കൂടി പറയാം, ലൈംഗികമായി റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസുമുള്ള വ്യക്തികൾ ബന്ധപ്പെടാൻ പാടില്ലാത്ത രീതിയാണ് മുട്ടുകുത്തി നിന്നുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കണം. അങ്ങനെ മുട്ടുകുത്തി ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർത്രൈറ്റിസും കൂടുതലായി മാറും. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ബന്ധം അവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇതുകൂടാതെ കൈകളുടെ സന്ധികൾക്കാണ് വേദന എന്നുണ്ടെങ്കിൽ കൈ കുത്തി നിന്ന് ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കണം. ഇനി നടുവിനാണ് ആർത്രൈറ്റിസ് ഉള്ളതെങ്കിൽ നട്ടലിന് കൂടുതൽ ഭാരമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ചലനമുണ്ടാക്കുന്ന രീതിയിൽ ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കണം. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ബുദ്ധിമുട്ടുകൾ, അതായത് ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ വേദന വരുമോ എന്നുള്ള ഒരു ഭയപ്പാടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ പൊസിഷൻ ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളത് മുൻകൂട്ടി തയ്യാറാക്കണം. മുൻകൂട്ടി തയ്യാറായിട്ട് ആ രീതിയിൽ മാത്രം ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാറില്ല. ഇത് സ്വാഭാവികമായിട്ടും
ഈ ആർത്രൈറ്റിസ് ഒരു വാർദ്ധക്യത്തിലേക്ക് വരുന്ന, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വാർദ്ധക്യത്തിലേക്ക് മാത്രം കണ്ടുവരുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഭയപ്പെടേണ്ടതില്ല. എന്നാലും വാർദ്ധക്യകാലത്ത് ലൈംഗികത ഉണ്ടാകുകയാണെങ്കിൽ അതവർക്ക് ആരോഗ്യത്തിനും ആയുസ്സിനും നല്ലതായതുകൊണ്ട് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തി, അതായത് അവരുടെ അസുഖങ്ങൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസോ ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസോ ഏതെങ്കിലും രൂപത്തിലുള്ള സന്ധിവേദനകളാണെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തി അതിനുള്ള ചികിത്സയിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പരിപൂർണമായിട്ടുള്ള ലൈംഗിക ആസ്വാദനം ലഭിക്കുകയാണെങ്കിൽ മറ്റ് അസുഖങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ PDF ഫോർമാറ്റിൽ വാട്സപ്പിൽ ഞങ്ങൾ അയച്ചു നൽകുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. അതുകൂടാതെ ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.